കാടിന്റെ പച്ചപ്പും മൂടൽമഞ്ഞും പുതച്ച കുന്നിൻ ചെരുവുകളിൽ ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്നു നിൽക്കുന്ന ഒട്ടനവധി പുണ്യസങ്കേതങ്ങളുണ്ട്. എന്നാൽ സുൽത്താൻ ബത്തേരിക്കടുത്ത് ചീരാൽ എന്ന ഗ്രാമത്തിലെ വെണ്ടോൾ മഹാവിഷ്ണു ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, അതൊരു ജനതയുടെ അതിജീവനത്തിൻ്റെയും നിഷ്കളങ്കമായ ഭക്തിയുടെയും കാലത്തെ അതിജീവിച്ച വിശ്വാസത്തിൻ്റെയും സാക്ഷ്യപത്രമാണ്. തിരുനെല്ലിപ്പെരുമയും വയനാടൻ ഗ്രാമീണതയുടെ ലാളിത്യവും സമ്മേളിക്കുന്ന വെണ്ടോൾ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലേക്കും സംസ്കാരത്തിലേക്കും ഒരു തീർത്ഥയാത്ര. ഏതൊരു പുരാതന ക്ഷേത്രത്തിനു പിന്നിലും ഹൃദയസ്പർശിയായ ഒരു കഥയുണ്ടാകും. വെണ്ടോൾ ക്ഷേത്രത്തിൻ്റെ ഉദ്ഭവം ഭഗവാനും ഭക്തിയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ സുന്ദരമായൊരു ആവിഷ്കാരമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗതാഗത സൗകര്യങ്ങൾ ഇന്നത്തെ പോലെ വികാസം പ്രാപിക്കാത്ത കാലം, വയനാടിൻ്റെ ദുർഘടമായ കാനനപാതകളിലൂടെ കിലോമീറ്ററുകളോളം നടന്നു മാത്രമേ ദക്ഷിണകാശി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്താൻ കഴിയുമായിരുന്നുള്ളൂ. ചീരാൽ പ്രദേശത്തു നിന്നും ഭക്തർ കൂട്ടമായി തിരുനെല്ലിയിലേക്ക് പോവുക പതിവായിരുന്നു. അക്കാലത്ത് ചീരാലിലെ ഒരു വൃദ്ധയായ അമ്മ എല്ലാ വർഷവും വിഷുക്കണി ദർശിക്കാനായി തിരുനെല്ലിയിലേക്ക് പോകുമായിരുന്നു. കയ്യിൽ ഭഗവാന് സമർപ്പിക്കുന്ന മുളംകുറ്റിയിൽ കരുതിയ ശുദ്ധമായ നെയ്യും കാഴ്ചദ്രവ്യങ്ങളും. പ്രായാധിക്യത്താൽ തളർന്ന ശരീരം വകവയ്ക്കാതെ ആ അമ്മ യാത്ര തുടർന്നു. എന്നാൽ ഇന്ന് ക്ഷേത്രം നിലകൊള്ളുന്ന വെണ്ടോൾ എന്ന പ്രദേശത്തെത്തിയപ്പോൾ തളർച്ച അവരെ തളർത്തി. ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാനിരുന്ന ആ അമ്മയുടെ ഉള്ളം വിങ്ങി. പ്രിയപ്പെട്ട ഭഗവാനെ കണി കാണാൻ തനിക്ക് ഈ വർഷം കഴിയില്ലല്ലോ എന്ന സങ്കടം പ്രാർത്ഥനയായി ഒഴുകി. ഭഗവാനെ, ഈ ദൂരം എനിക്ക് താങ്ങാനാവുന്നില്ലല്ലോ എന്ന് അവരുടെ നിഷ്കളങ്കമായ വിലാപം വൈകുണ്ഠനാഥൻ്റെ കാതുകളിലെത്തി. ഐതിഹ്യം പറയുന്നത് അവിടെ ആ അമ്മയ്ക്ക് മുൻപിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ഇനി മേലിൽ എന്നെ കാണാൻ അത്ര ദൂരം വരേണ്ടതില്ല, എൻ്റെ സാന്നിധ്യം ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് ഭഗവാൻ അരുൾ ചെയ്തു അത്രേ. വേണ്ട എന്ന വാക്കും അവിടെയുണ്ടായിരുന്ന ആൽമരവും ചേർന്ന് ആ പ്രദേശം വെണ്ടോലായി മാറി. ഒരു ഭക്തയുടെ കാൽക്കലേക്ക് ദൈവം ഇറങ്ങി വന്ന ആ മുഹൂർത്തമാണ് വെണ്ടോൾ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ. വെണ്ടോൾ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തെ പറ്റി പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഭണ്ണാരം ഇടുന്ന സമയത്തുണ്ടായ ഒരു അതിശയകരമായ സംഭവമാണ് ഓർമ്മ വരുന്നത്. ഭണ്ണാരത്തിനകത്ത് ഒരു ഭക്ത ഒരു കത്ത് നിക്ഷേപിക്കുകയും ആ കത്തിൽ എനിക്കൊരു ഇന്ന കാര്യം സാധിച്ചു തന്നാൽ മഹാവനെ സഹായിക്കണമെന്നൊരു കത്ത് നിക്ഷേപിച്ചു. ആദ്യം ഏതാണ്ട് 3 മാസത്തിന് ശേഷം അടുത്ത കത്ത് വീണ്ടും അതേ സ്ത്രീ തന്നെ നിക്ഷേപിച്ചത്. എൻ്റെ ലക്ഷ്യം സാധിച്ചു. ആ ലക്ഷ്യം സാധിച്ചതിന് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ 500 രൂപയാണ് അവർ ഉദ്ദേശിച്ചത്. 500 രൂപയ്ക്ക് ഇരട്ടി തുക അവർക്ക് ലഭിച്ചു. അവരുടെ കാര്യങ്ങൾ സാധിച്ചു എന്നൊരു കത്ത് ഓഫീസിൽ ഇപ്പോഴും ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ഈ ചീരാൽ ലോക്കലിൻ്റെ ആൾക്കാരെക്കാൾ കൂടുതൽ അന്യപ്രദേശങ്ങളിൽ നിന്നാണ് ആളുകൾ വരാറ്. ദൂരെ നിന്നാണ് ആളുകൾ വരാറ്. വിഷ്ണു ക്ഷേത്രം നമ്മുടെ ഈ വയനാട് ജില്ലയിൽ അടുത്ത പ്രദേശങ്ങളിൽ വളരെ കുറവാണ്. മഹാവിഷ്ണു എന്ന രീതിയിലുള്ള സങ്കല്പം കുറവാണ്. മഹാവിഷ്ണുവിൻ്റെ അവതാര രൂപങ്ങളാണ് പല സ്ഥലത്തുള്ളത്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ മഹാവിഷ്ണു എന്ന വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ ദൂരെ നിന്ന് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് വയനാടിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് പോലും തമിഴ്നാടിൻ്റെ അതിർത്തി ഗ്രാമം എന്ന രീതിയിൽ തമിഴ്നാട്ടിൽ നിന്നും ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ ഈ പ്രദേശത്തെത്താറുണ്ട്. ധാരാളം. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നമ്മളുടെ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള പ്രയാസങ്ങൾ നേരിടാത്ത രീതിയിലേക്ക് ക്ഷേത്രത്തെ ഉദ്ധരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രാദേശികമായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം ഭംഗിയായി കൊണ്ടുപോകുന്നതിന് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ക്ഷേത്രത്തിന് ചുറ്റുമതിലും അനുബന്ധ കാര്യങ്ങളും നടത്താൻ വേണ്ടി ദേവസ്വം തീരുമാനിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉപദേവന്മാരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ആ രീതിയിൽ ഏറ്റവും ഭംഗിയായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ സഹകരണത്തോടു കൂടി എക്കാലത്തും കഴിഞ്ഞിട്ടുണ്ട്. നാളെയും അതിനുള്ള അനുഭവം ഭഗവാൻ ഒരുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വെണ്ടോൾ ക്ഷേത്രത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് കേരളത്തിലെ പല പുരാതന ക്ഷേത്രങ്ങളെയും പോലെ ഉയർച്ച താഴ്ചകളിലൂടെ കടന്നുപോയതായി കാണാം. ഒരു കാലത്ത് വിശാലമായ കൃഷിഭൂമിയും കാർഷികാദായവും ഉണ്ടായിരുന്ന ഒരു മഹാക്ഷേത്രമായിരുന്നു ഇത്. ജനവാസം കുറവായ ആ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിന് സ്വന്തമായി ഏക്കർ കണക്കിന് നിലവും പുരയിടവും ഉണ്ടായിരുന്നു. ഈ വരുമാനം കൊണ്ട് ക്ഷേത്രത്തിലെ നിത്യനിദാനങ്ങളും ആചാരങ്ങളും യാതൊരു മുടക്കവുമില്ലാതെ നടന്നുപോന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ വന്ന സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങൾ ക്ഷേത്രത്തെയും ബാധിച്ചു. മലബാർ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോൺമെൻറ്റ് നിയമങ്ങളുടെ വരവും
കോളനൈസേഷൻ പ്രക്രിയകളും ക്ഷേത്രത്തിന്റെ ഭൂസ്വത്തുക്കൾ നഷ്ടമാകുന്നതിന് കാരണമായി. ഇന്ന് കേവലം 85 സെന്റ് ഭൂമി മാത്രമാണ് ക്ഷേത്രത്തിന് സ്വന്തമായുള്ളത്. ഭൗതികമായ സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോഴും ആ നാട്ടുകാരുടെ മനസ്സിലെ ഈശ്വര ചൈതന്യം നഷ്ടപ്പെട്ടില്ല എന്നതാണ് വെണ്ടോൾ ക്ഷേത്രത്തിന്റെ അതിജീവന രഹസ്യം. വെണ്ടോൾ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ചരിത്രം പരിണാമങ്ങളുടെ ഒരു പരമ്പരയാണ്. ആദ്യകാലങ്ങളിൽ ആദിമ സംസ്കാരത്തിന്റെ ലാളിത്യം വിളിച്ചൂതുന്ന വിധം പുല്ലുമേഞ്ഞ മേൽക്കൂരയായിരുന്നു ക്ഷേത്രത്തിനുണ്ടായിരുന്നത്. പിന്നീടത് ഓലയിലേക്കും ഓടിലേക്കും മാറി. ഇതിനിടയിൽ പലതവണ തീപിടുത്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ക്ഷേത്രത്തിന് നാശനഷ്ടങ്ങൾ വരുത്തി. 2011 കാലവർഷം ക്ഷേത്ര ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്. അതിശക്തമായ മഴയിൽ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലും നമസ്കാര മണ്ഡപവും പൂർണ്ണമായും തകർന്നു വീണു. ഒരു ജനതയുടെ വിശ്വാസ കേന്ദ്രം കൺമുന്നിൽ തകർന്നു വീണത് ചീരാലിലെ ഭക്തരെ ഏറെ വേദനിപ്പിച്ചു. എന്നാൽ ആ തകർച്ച ഒരു പുതിയ തുടക്കമായിരുന്നു. തിരുനെല്ലി ദേവസ്വത്തിന്റെയും പ്രാദേശിക ഭക്തജനങ്ങളുടെയും സഹകരണത്തോടെ രൂപീകരിച്ച പുനരുദ്ധാരണ കമ്മിറ്റി വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു. 2014 തനതായ കേരളീയ വാസ്തുശൈലിയിൽ കൃഷ്ണശിലയിൽ തീർത്ത ശ്രീകോവിലും നമസ്കാര മണ്ഡപവും പൂർത്തിയായി. ഷഡാധാര പ്രതിഷ്ഠയോടെ കലശം നടത്തി ഭഗവാനെ വീണ്ടും ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. 2023 4 ഘട്ടങ്ങളിലായി നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ വെണ്ടോൾ ക്ഷേത്രം ഇന്ന് വയനാട്ടിലെ തന്നെ പ്രൗഢമായൊരു മഹാക്ഷേത്രമായി മാറിക്കഴിഞ്ഞു. പുനർനിർമ്മിക്കപ്പെട്ട വെണ്ടോൾ ക്ഷേത്രം വാസ്തുവിദ്യയുടെയും വിശ്വാസത്തിന്റെയും അതിമനോഹരമായൊരു സമന്വയമാണ്. ശാന്തസ്വരൂപനായി കുടികൊള്ളുന്ന മഹാവിഷ്ണുവാണ് ഈ പുണ്യസങ്കേതത്തിലെ പ്രധാന പ്രതിഷ്ഠ. ക്ഷേത്രത്തിന്റെ വാസ്തുശില്പ ഭംഗിയിൽ എടുത്തു പറയേണ്ടത് കൃഷ്ണശിലയിൽ പണിതീർത്ത ചുറ്റമ്പലമാണ്. കല്ലുവിരിച്ച പ്രാവേശികയും ശിലാനിർമ്മിതമായ തറയും ക്ഷേത്രത്തിന് വലിയൊരു ഗാംഭീര്യം പകരുന്നു. ഭക്തർക്ക് ധ്യാനിക്കാനും ഭജനയിരിക്കാനുമായി മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ശിലാമണ്ഡപം ക്ഷേത്രത്തിലെ ശാന്തമായ അന്തരീക്ഷത്തെ കൂടുതൽ ദൃഢമാക്കുന്നു. ജനുവരി 22, 23 പ്രതിഷ്ഠാദിന മഹോത്സവം എല്ലാ വർഷവും ഭംഗിയായി കൊണ്ടാടാറുണ്ട്. ഈ പരിസരവാസികളെല്ലാവരും സഹകരിച്ച് നമ്മുടെ കമ്മിറ്റിയും മാതൃസമിതിയും എല്ലാവരും കൂടെ വളരെ വിപുലമായ രീതിയിൽ തന്നെ എപ്പോഴും നടത്താറുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ മീനം പൂരനാളിൽ പൊങ്കാല മഹോത്സവം ഇവിടെ നടത്താറുണ്ട്. അതിന് ഇവിടുന്ന് അയൽനാട്ടിൽ നിന്ന് വരെ വന്ന് പൊങ്കാല ഭംഗിയായി നടത്താറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അഷ്ടമി രോഹിണി, പിന്നെ തുലാമ്പത്ത്, ഗുരുവായൂർ ഏകാദശി എല്ലാം ഭംഗിയായി നടത്താറുണ്ട്. എല്ലാവരും എല്ലാ സഹകരണവും ഇവിടെ നമുക്ക് കിട്ടാറുണ്ട്. ഒരു മഹാക്ഷേത്രത്തിന് സമാനമായ രീതിയിൽ നിരവധി ഉപദേവതകളുടെ സാന്നിധ്യം ഇവിടെയുണ്ട് എന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. പ്രധാന ക്ഷേത്രത്തിന് പുറത്ത് കിഴക്ക് ഭാഗത്തായി അരിവില്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. പടിഞ്ഞാറു ഭാഗത്ത് നാഗം, ബ്രഹ്മരക്ഷസ്, ഗുളികൻ എന്നിങ്ങനെ 9ഓളം പ്രതിഷ്ഠകളാണുള്ളത്. പ്രകൃതി ശക്തികളെയും പൂർവിക ചൈതന്യത്തെയും ഒരുപോലെ ആദരിക്കുന്ന കേരളീയ തനിമയുടെയും ഹൈന്ദവ വിശ്വാസത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് വെണ്ടോൾ ക്ഷേത്രത്തിലെ ഈ പ്രതിഷ്ഠാ സങ്കല്പങ്ങൾ. വെണ്ടോൾ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം വിഷു തന്നെയാണ്. ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ തിരുനെല്ലിയിൽ പോയി വിഷുക്കണി കാണാൻ കഴിയാത്തവർക്ക് വെണ്ടോലിലെ ദർശനം പരമപുണ്യമായി കരുതപ്പെടുന്നു. വിഷുനാളിൽ നടക്കുന്ന കണി കാണലും പ്രത്യേക പൂജകളും വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നു. കൂടാതെ മണ്ഡലകാല പൂജകൾ, അഷ്ടമിരോഹിണി തുടങ്ങിയ വൈഷ്ണവോത്സവങ്ങളും ഇവിടെ ഭക്തിപൂർവ്വം ആഘോഷിക്കുന്നു. പ്രാദേശികമായ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള ഈ ആഘോഷങ്ങൾ നാടിൻ്റെ ഐക്യത്തിൻ്റെ കൂടി പ്രതീകമാണ്. വയനാട് പോലുള്ള ഒരു പ്രദേശത്ത് ക്ഷേത്രങ്ങൾ വെറും ആരാധനാലയങ്ങൾ മാത്രമല്ല, അവ സാമൂഹിക ഒത്തുചേരലിൻ്റെ ഇടങ്ങൾ കൂടിയാണ്. വിവിധ സമുദായങ്ങളിൽപ്പെട്ടവർ പല കാലഘട്ടങ്ങളിൽ ഈ ക്ഷേത്രത്തിൻ്റെ പരിപാലനം ഏറ്റെടുത്തിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. പ്രതിസന്ധികളിൽ തളരാതെ ക്ഷേത്ര സംസ്കാരത്തെയും വിശ്വാസത്തെയും കാത്തുസൂക്ഷിക്കാൻ അവർ കാണിച്ച ത്യാഗമാണ് ഈ ക്ഷേത്രത്തെ ഇന്നും നിലനിർത്തുന്നത്. കോളനൈസേഷന്റെയും നഗരവൽക്കരണത്തിന്റെയും കാലത്ത് പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന വെണ്ടോൾ ക്ഷേത്രം പുതിയ തലമുറയ്ക്കൊരു വലിയ സന്ദേശമാണ് നൽകുന്നത്.
പ്രകൃതിയും മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാവണമെന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. മലബാർ ദേവസ്ഥത്തിൻ്റെ കീഴിൽ ശ്രീ തിരുനെല്ലി ക്ഷേത്രമായ വെണ്ടോൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ 2011 ഇത് ജീർണിച്ച് വീഴുകയും 2012 ജനകീയ കമ്മിറ്റി ഏറ്റെടുക്കുകയും ശ്രീ തിരുനെല്ലി ദേവസ്ഥത്തിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി പൂർണ്ണ ശിലയിലാണ് നമ്മൾ ഈ അമ്പലം നിർമ്മിച്ചിട്ടുള്ളത്. 2014 നമ്മൾ ഇത് ഷടാധാര ക്രിയയോടുകൂടി കർമ്മത്തോടുകൂടി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് ശ്രീ പത്മനാഭ ഉണ്ണി അവരുടെ കാർമ്മികത്വത്തിൽ നടന്നു. 2023 പൂർണ്ണ കലശം അതും ഈ ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്തിലാണ് നടന്നത്. വെണ്ടോൽ മഹാവിഷ്ണു ക്ഷേത്രം കേവലം ഒരു നിർമ്മിതിയല്ല, അതൊരമ്മയുടെ കണ്ണീരിന് മറുപടിയായി ഇറങ്ങി വന്ന ഭഗവാന്റെ സ്നേഹസ്പർശമാണ്. നൂറ്റാണ്ടുകൾക്കിപ്പുറവും ആ ചൈതന്യം അവിടെ നിലനിൽക്കുന്നു. തകർന്നുപോയ ഓരോ തവണയും അതിശക്തമായി തിരിച്ചു വന്ന ഈ ക്ഷേത്രം ഭക്തിയുടെയും ഇച്ഛാശക്തിയുടെയും പ്രതീകമാണ്. വയനാട്ടിലെത്തുന്ന ഏതൊരു സഞ്ചാരിക്കും ഭക്തനും വെണ്ടോൽ നൽകുന്നത് സമാനതകളില്ലാത്ത ശാന്തിയാണ്. ഭഗവാൻ അന്ന് ആ വൃദ്ധയോട് പറഞ്ഞ വാക്കുകൾ ഇന്നും അവിടെ പ്രതിധ്വനിക്കുന്നു. മനസ്സിൽ ഭക്തിയുണ്ടെങ്കിൽ നീ എങ്ങും പോകേണ്ടതില്ല, ഞാൻ നിനക്കരികിലുണ്ട്. ഈ ആത്മവിശ്വാസമാണ് വെണ്ടോലിനെ വയനാടിൻ്റെ പുണ്യഭൂമിയാക്കുന്നത്. ഭാവിയുടെ തിരക്കുകൾക്കിടയിലും ഇത്തരം പുണ്യസങ്കേതങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അത്യാവശ്യമാണ്. വെണ്ടോൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം തേടിയെത്തുന്ന ഓരോ ഭക്തനും മടങ്ങുന്നത് ഒരു വലിയ വിശ്വാസത്തിൻ്റെ കരുത്തുമായാണ്.